അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ജേസിൻ്റെ കൺസെപ്റ്റുകളൊക്കെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ നോക്കാം. ഇതിപ്പോൾ ഒരു റിയാക്ട് പ്രൊജക്റ്റാണ്, ബ്ലോഗ് റിയാക്ട് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. ഓക്കെ, ഇതിലാണ് ഡമ്മി ജേസൺ സെർവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു DB.json ബ്ലോഗ്സിൻ്റെ ഒരു ഡമ്മി ബാക്ക് ആയിട്ട്. ഓൾറെഡി നമ്മൾ ഇതിനു മുമ്പ് ബ്ലോഗിൻ്റെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്, അതിലുള്ള സെയിം സംഭവമാണ് ഏകദേശം. അപ്പോൾ ഒരു ബാക്ക് അപ്പോൾ ആദ്യം ബാക്ക് എൻഡ് സെർവർ ഒന്ന് റൺ ചെയ്യുക. ജേസൺ സെർവർ DB.json എന്ന് കൊടുത്താൽ മതി. പുതിയ വെർഷനാണ് ജേസൺ സെർവർ എന്നുണ്ടെങ്കിൽ ജേസൺ സെർവർ DB.json എന്ന് കൊടുത്താൽ മതി. പഴയ വെർഷനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻസ് ഒക്കെ കിട്ടും. --വാച്ച് ഒരു ഡിലേ ഒക്കെ കൊടുക്കാൻ പറ്റും പഴയ വെർഷനിൽ. പുതിയ വെർഷനിൽ ഉണ്ടാവില്ല ഡിലേ കൊടുക്കുന്ന പരിപാടി. ഓക്കെ, ഇപ്പോൾ ഈ സംഭവം ഇവിടെ റണ്ണായി നമ്മൾ ബാക്ക് എൻഡ്. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ റിസോഴ്സ് കിട്ടും. ഡാറ്റ കിട്ടി. ഓക്കെ, ജേസൺ ഡാറ്റ കിട്ടി. അപ്പോൾ ബാക്ക് എൻഡ് റണ്ണായി. ഇപ്പോൾ നമുക്ക് ഈ റിയാക്ട് ആപ്ലിക്കേഷൻ നോക്കാം. ഇത് ഞാൻ ജസ്റ്റ് റൺ ചെയ്യാം. ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ലോഡിങ്. ഇതാണ് സംഭവം, ഇതാണ് ഇപ്പോൾ നമ്മൾ റൺ ചെയ്തിരുന്നത്. ഓക്കെ, ഇതൊരു റിയാക്ട് ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇതിൻ്റെ കൺസോൾ പോവുക. പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവിടെ. ഓക്കെ, ഇതിലൊരു നാവ് ബാർ ഉണ്ട് മേലെ, പിന്നെ അടിയിലൊരു ബോഡി സെക്ഷൻ ഉണ്ട്. അത്രേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അതായത് app.jsxൽ പോയി കഴിഞ്ഞാൽ ഇതിന് ഞാൻ നെക്സ്റ്റ് യുഐയും ടൈലിൻ്റെ ഓൾറെഡി കയറ്റിച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് കാണിച്ചാൽ വേണ്ടിയിട്ടാണ്. ഇത് ടൈപ്പ് സ്ക്രിപ്റ്റിലാണ് ചെയ്തിരുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നാവ് ബാർ ഉണ്ടാവും ഫസ്റ്റ്, അത് ഇവിടെ മേലെ ഒന്ന് കിടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ ബ്ലോഗ്സ് ഇങ്ങനെ ഫെച്ച് ചെയ്യാണ്. ബ്ലോഗ്സ് ഫെച്ച് ചെയ്തിട്ട് അത് അവിടെ നിന്ന് തന്നെ ജെയ്സൺ ആക്കി മാറ്റും. ഇത് ഫെച്ച് എന്നുള്ള സാധനം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, അത് ജെയ്സൺ ആക്കി മാറ്റേണ്ട ഒരു സ്റ്റെപ്പും കൂടി, എക്സ്ട്രാ സ്റ്റെപ്പ് കൂടി ഉണ്ട്. ഓക്കെ, നമ്മൾ ആക്സിയോസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ ചെയ്തോളും. ഫെച്ച യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് ജെയ്സൺ ആക്കണ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അതായത് ഇങ്ങനെ ആയിരിക്കും വരിക. റെസ്പോൺസ് ഇങ്ങനെ ആയിരിക്കും വരിക. ലൈക്ക് ഇത് എനി എടുക്കുക. എനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡാറ്റ ടൈപ്പും വരാമെന്നർത്ഥം. ഓക്കെ, അതിനുശേഷം കോൺസ്റ്റ് ഡാറ്റ = വെയിറ്റ്, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, വെയിറ്റ് resp.json. അതായത് ഇവിടുന്ന് തന്നെ റെസ്പോൺസിന് നമ്മൾ എന്താക്കുന്നു, ജെയ്സൺ ആക്കി മാറ്റുന്നു. അപ്പോൾ ഒരു എക്സ്ട്രാ സ്റ്റെപ്പും കൂടി ഉണ്ടാവും ഫെച്ച് യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, ലോക്കൽ ഹോസ്റ്റ് /3000 നമ്മൾ ബാക്ക് എൻഡ് റൺ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇതിലെന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോഗ്സ് ഫെച്ച് ചെയ്യുന്നു, ഫെച്ച് ചെയ്തിട്ട് ജെയ്സൺ ആക്കുന്നു. എന്നിട്ട് ഫെച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലോഡിങ് ട്രൂ ആക്കുന്നു. ഫെച്ച് ചെയ്യുന്നത് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോഡിങ് ഫാൾസ് ആക്കുന്നു. അതുവരെ ലോഡിങ് ആക്കി. ഓക്കെ, അപ്പോൾ ഈ ഫെച്ച് ചെയ്ത ശേഷം അത് ജെയ്സൺ ആക്കിയിട്ട് ബ്ലോക്സ് ഇവിടെ സെറ്റ് ചെയ്യും. ഇനീഷ്യലി ഈ ബ്ലോക്സ് പറയുന്നത് എംപ്റ്റി ലിസ്റ്റാണ്. പിന്നെ ഡാറ്റ ഇതിൽ നമ്മൾ ബ്ലോക്സ് എടുത്തിട്ട് ഫെച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ ടൈപ്പ് സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ബ്ലോഗിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് ഇൻ്റർഫേസ് ബ്ലോഗ് പറഞ്ഞിട്ട് ഇങ്ങനെ. ഓക്കെ, ആ ബ്ലോഗിൻ്റെ സ്ട്രക്ചർ. എന്നിട്ട് ഇവിടെ ഈ ലിസ്റ്റ് ഒരു ബ്ലോഗുകളുടെ ലിസ്റ്റാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എക്സ്പ്ലിസിറ്റ്ലി ബ്ലോഗ് ഓഫ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സംഭവം ജസ്റ്റ് ബ്ലോഗ് ഫെച്ച് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, നാവ് ബാർ. എന്നിട്ട് നാവ് ബാറിന് ലോഡിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ലോഡിങ് കാണിക്കും. ലോഡിങ് അല്ലാത്ത സമയത്ത് നമ്മൾ ആ കിട്ടിയ ബ്ലോഗ്സ് മാപ്പ് ചെയ്യും. ഇപ്പോൾ ടൈപ്പ് സ്ക്രിപ്റ്റ് ആക്കിയുള്ള മെച്ചം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു അക്ഷരം തെറ്റിങ്ക് അപ്പോൾ തന്നെ ഇവിടെ എറർ അടിക്കും, അങ്ങനെ സാധനമില്ല പറഞ്ഞിട്ട്. അതേപോലെ ബ്ലോഗ് ഡോട്ട് പറഞ്ഞിട്ട് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓതർ ഡിസ്ക്രിപ്ഷൻ ഐഡി ഏതാ വേണ്ടതെന്നുള്ളത് സജഷൻ വരും. അതാണ് ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ മെച്ചം. ഓക്കെ, അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ റീഫ്രഷ് അടിച്ച് കഴിഞ്ഞാൽ ഇത് 3000 ആക്കണം. 3000 നമ്മുടെ സെർവർ ആണല്ലോ ബാക്ക് എൻഡ് റൺ ചെയ്യണത്. ഓക്കെ, ഇപ്പോൾ റീഫ്രഷ് അടിച്ച് കഴിഞ്ഞാൽ ലോഡിങ് കഴിഞ്ഞിട്ട് ഡാറ്റ വന്ന് കണ്ടോ. ലോഡിങ് കഴിഞ്ഞിട്ട് ഡാറ്റ വന്ന്. സിമ്പിൾ സാധനം, ജസ്റ്റ് ഒരു സിമ്പിൾ ബാക്ക് എൻഡ്. ഇത് ഇൻസ്പെക്റ്റ് ചെയ്യുമ്പോൾ ഡാറ്റ കൂടെ വന്ന് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ റിയാക്റ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കാനൊന്ന് റിയാക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ പേജ് സോഴ്സ് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇത്രേ ഉള്ളൂ. ഈ ഒരു HTML ആണ് ഈ വെബ്സൈറ്റിൽ, അതായത് നമ്മുടെ റിയാക്റ്റ് ആപ്ലിക്കേഷൻ്റെ ഈ ഒരു HTML മാത്രമേ ഉള്ളൂ. അതായത് ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈറ്റിലുണ്ട്, ബോഡീൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ബോഡീൻ്റെ ഉള്ളിൽ ഇനീഷ്യലി ഒന്നും ഉണ്ടാവില്ല. അതായത് ഈ വെബ്സൈറ്റ് ആദ്യമായിട്ട് ലോഡ് ചെയ്യുമ്പോൾ ബോഡീൻ്റെ ഉള്ളിൽ ഇനീഷ്യലി ഒന്നും ഉണ്ടാവില്ല.
ഓക്കെ. നമ്മൾ പിന്നെ റിയാക്റ്റ് പറഞ്ഞിട്ടുള്ള ഈ സ്ക്രിപ്റ്റ് റൺ ചെയ്തിട്ട് ബോഡീൻ്റെ ഉള്ളിലേക്ക് ഈ റൂട്ട് പറഞ്ഞ എലമെൻറ്റ് റൂട്ട് പറഞ്ഞ ഐ ഡി ഉള്ള div എലമെൻറ്റിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പിന്നെ നമ്മൾ റെൻഡർ ചെയ്യാണ് എല്ലാ എലമെൻറ്റ്സും. ഓക്കെ. അതുകൊണ്ടാണ് ഇവിടെ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ പിന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ വരുന്നത്, ഈ നാവും ഇതൊക്കെ. അതായത് ഇനീഷ്യലി ഈ 2 സാധനം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഇനീഷ്യലി നമ്മൾ വെബ്സൈറ്റ് ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. ഓക്കെ. ഇനീഷ്യൽ വെബ്സൈറ്റ് ലോഡ് ചെയ്യുമ്പോൾ എത്ര ഉണ്ടാവുള്ളൂ, അതായത് നമ്മളൊരു കണ്ടൻറ്റും ഉണ്ടാവില്ല, ഒരു കണ്ടൻറ്റും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് റിയാക്റ്റിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അതായത് നമുക്ക് വെബ്സൈറ്റിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. സാധാ വെബ്സൈറ്റായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു HTML വെബ്സൈറ്റ് നോക്കാം. ഇതൊരു സാധാരണ HTML വെബ്സൈറ്റാണ്. ഓക്കെ. അപ്പോൾ ഈ HTML വെബ്സൈറ്റിൻ്റെ പേജ് സോഴ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇത്രയും കണ്ടൻറ് ഉണ്ട്. അതായത് സാധാരണ HTML എന്തുണ്ടാവും, എല്ലാ കണ്ടൻറ്റും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അതായത് ഈ വെബ്സൈറ്റിൻ്റെ ഹലോ ദിസ് ഈസ് ജോൺ, ഈ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. ദിസ് ഈസ് ജോൺ കണ്ടോ, എല്ലാം ഇതിലുണ്ട്. റിയാക്റ്റിലോട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫ്ലട്ടർ ഉണ്ട്, അല്ലെങ്കിൽ ബ്ലോഗ് വെബ്. ഇത് പിന്നെ നെറ്റിൽ നിന്ന് ആപ്പിൽ നിന്ന് വെച്ച് ചെയ്യണമെന്ന് കൂട്ടാം. ഇത് തന്നെ അവിടെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചേക്കണം ബ്ലോഗ് വെബ് എന്നുള്ളത്. ആ സാധനം പോലും ഇതിൻ്റെ ഉള്ളിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയാക്റ്റ് നമുക്ക് വെബ്സൈറ്റ് ലാൻഡിങ് പേജ് വെബ്സൈറ്റുകളുണ്ടല്ലോ അതിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേജ് സോഴ്സിൽ ഈ കണ്ടൻറ് ഉണ്ടെങ്കിൽ മാത്രമേ ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണ്. ഗൂഗിൾ പോലത്തെ സെർച്ച് എഞ്ചിൻസ് ഉണ്ട്, അതായത് യാഹൂ, അങ്ങനെ ഡഗ്ഗോ, അങ്ങനെ കുറേ സെർച്ച് എഞ്ചിൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഗൂഗിൾ പോലത്തെ സെർച്ച് എഞ്ചിൻസിന് ഈ വെബ്സൈറ്റിൻ്റെ ഉള്ള കണ്ടൻറ്റ്, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇൻസ്റ്റഗ്രാം അടിച്ചു. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റുകളൊക്കെ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിന് എന്ത് ചെയ്യണം, പേജ് സോഴ്സിൻ്റെ ഉള്ളിൽ ഈ ഡാറ്റ ഒക്കെ ഉണ്ടാവണം. അതായത് എല്ലാ ഡാറ്റ ഉണ്ടാവണം. ലൈക്ക് ഈ പേജ് സോഴ്സിൻ്റെ ഉള്ളിൽ ഈ ഡാറ്റ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിൾ എങ്ങനെ വർക്ക് ചെയ്യണത്, നമ്മളൊരു കീവേഡ് അടിച്ച് കഴിഞ്ഞാൽ എല്ലാ വെബ്സൈറ്റിലും പോയി നോക്കിയിട്ട് സ്ക്രാപ്പ് ചെയ്തെടുക്കും, നോക്കും, എല്ലാ സ്ഥലത്തും നോക്കും. എന്നിട്ടിപ്പോൾ ഞാൻ ഹലോ ദിസ് ഇസ് ജോൺ വെബ്സൈറ്റ്, ജോൺ പോർട്ട്ഫോളിയോ എന്നൊക്കെയാണ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ കുറേ സിവിൽ നോക്കും. അതിലിങ്ങനെ ഒരു സംഭവം കാണും, ഓൻ ടൈറ്റിൽ കിട്ടും. അപ്പോൾ ഓൻ അതൊക്കെ ഇങ്ങനെ റാങ്ക് ചെയ്ത് ഏറ്റവും വെബ്സൈറ്റിന് റാങ്കിങ് ഒക്കെ ഉണ്ട്. അതായത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും. അതായത് നമ്മളെ വെബ്സൈറ്റ് ഏറ്റവും ടോപ്പിൽ സെർച്ച് എഞ്ചിനിൽ ഗൂഗിളിൽ ഫസ്റ്റിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതാണ് SEO. അപ്പോൾ ഈ സംഭവം SEO അങ്ങനെ വർക്ക് എന്ന് വെച്ചാൽ ഇതിലുള്ള കണ്ടൻറ്റ് ഗൂഗിൾ തപ്പി കണ്ടൻറ്റ് നോക്കിയിട്ടാണ് മാച്ച് ചെയ്യണത്. അപ്പോൾ നമ്മൾ റിയാക്ട് വെബ്സൈറ്റിലാകുമ്പോൾ മാച്ച് ചെയ്യാൻ കണ്ടൻറ്റ് തന്നെയല്ല. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഗൂഗിളിലോ സെർച്ച് എഞ്ചിനിലോ ഒരു സെർച്ച് എഞ്ചിനിലും വരില്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ HTML വെബ്സൈറ്റ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഗൂഗിൾ നമ്മളെ പേജ് സോഴ്സിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് ഫുള്ള് സെർച്ച് ചെയ്ത് സ്ക്രാപ്പ് ചെയ്ത് നോക്കിയിട്ട് മാച്ച് ചെയ്ത് എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഫസ്റ്റ് ഒന്നില്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ആയിട്ട് വരും. ഫസ്റ്റ് വരുന്ന എത്തിക്കാനാണ് SEO പറയുന്ന സംഭവം. ഓക്കെ, അത് പോകട്ടെ. അപ്പോൾ റിയാക്ട് വെബ്സൈറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, കണ്ടൻറ്റ് ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് നമ്മളെങ്ങനെ ഗൂഗിളിൽ നമുക്ക് കാണാൻ പറ്റും? ഗൂഗിൾ ഒരിക്കലും വരില്ല. ഓക്കെ. അപ്പോൾ ഒരു ക്ലയൻറ്റിനൊരു വെബ്സൈറ്റ് കൊടുക്കാനും ഓരോ വെബ്സൈറ്റ് ഗൂഗിളിൽ വരും, അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും വരുന്ന എക്സ്പെക്റ്റ് ചെയ്തേ. ഇതേപോലെ കണ്ടൻറ്റ് ഇല്ലാത്ത വെബ്സൈറ്റ് ആണെങ്കിൽ എവിടെയും വരില്ല ഗൂഗിളിൽ. ഓക്കെ, ഒരിക്കലും വരില്ല. അപ്പോൾ റിയാക്ട് വെച്ചിട്ട് നമുക്ക് സാധാ സ്റ്റാറ്റിക് വെബ്സൈറ്റുകൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഏറ്റവും വലിയ റിയാക്റ്റിൻ്റെ ഡിസഡ്വാൻറ്റേജ്. കാരണം റിയാക്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന സംഭവമാണ്. അതായത് ഡാഷ്ബോർഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, വെബ്സൈറ്റ് ആപ്ലിക്കേഷൻസ്, സ്റ്റാറ്റിക് വെബ്സൈറ്റ് വേറെ, വെബ് ആപ്ലിക്കേഷൻസ് വേറെ. വെബ് ആപ്ലിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പ് മാതിരി. ഇപ്പോൾ ഫിഗ്മ വെബ്, വാട്സപ്പ് വെബ്, ഇതൊക്കെ വെബ് ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ വാട്സപ്പ് വെബ്, അതേപോലെ ടെലഗ്രാം വെബ്. അപ്പോൾ വാട്സപ്പ് വെബ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓരോ വെബ്സൈറ്റ് ഉണ്ടാവും. ഇത് HTML ആണ്, സാധാ HTML. ലൈക്ക് ഇതല്ല, ഓരോ വെബ്സൈറ്റ് ഇവിടെ ആയിട്ടുണ്ടാവും. ഇത് HTML ആണ്, സാധാ HTML. ഇത് ഗൂഗിളിൽ റാങ്ക് ചെയ്ത് തരണം. ഓക്കെ, ഇത് ഗൂഗിൾ സ്ക്രാപ്പ് ചെയ്തെടുക്കും. പക്ഷേ ഈ വാട്സപ്പ് വെബ് എന്ന് പറയുന്ന ആ വാട്സപ്പിൻ്റെ ഈ സാധനം അത് വെബ് ആപ്ലിക്കേഷനാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ വെബ് ആപ്ലിക്കേഷൻ കുറേ എക്സാമ്പിൾ ഉണ്ട്, ഇൻസ്റ്റഗ്രാം എന്നൊക്കെ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ പണ്ട് എന്തെയ്യുന്നു, ഈ സംഭവം വെബ് ആപ്ലിക്കേഷനാണെങ്കിൽ പോലും
അതിൽ പേജ് സോഴ്സിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇങ്ങനെ എംപ്റ്റി ആയിരിക്കും, ഒന്നും ഉണ്ടാവില്ല, ആ വെബ്സൈറ്റിനെ പറ്റി ഒരു ഇൻഫർമേഷൻ ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ പുതിയ ടെക്നോളജീസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ആ വെബ് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇവിടെ നമ്മൾ വാട്സപ്പ് വെബ് അടിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം അടിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ വരുന്നത്. കാരണം അത് വെബ് ആപ്ലിക്കേഷൻ ആയിട്ട് പോലും ഗൂഗിളിൽ അത് വരാൻ കാരണം അതിൽ കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് SEOക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ഗൂഗിളിൽ വരാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ അത് വരുന്നത്. പോലൊക്കെ ചെയ്തേക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സാധാ HTML വെബ്സൈറ്റ് ആകുമ്പോൾ ഈ സാധനം ഉണ്ടാവും, നമുക്ക് ഗൂഗിളിൽ വരും. റിയാക്ട് ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗൂഗിളിലൊന്നും വരില്ല. കാരണം ഇതിങ്ങനെയാണ് സംഭവം, ഒന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ, പേജ് സോഴ്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനാണ് നമ്മൾ Next.js മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ Next.js എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ട സംഭവങ്ങളെല്ലാം ആദ്യം തന്നെ HTML ലോഡ് ചെയ്തേക്കും. അതായത് സ്റ്റാറ്റിക്കിലിട്ടുള്ള കണ്ടൻറ്റുകൾ. ഇപ്പോൾ ഈ കേസിൽ പറയുമ്പോൾ ഈ ബ്ലോഗ് വെബ് എന്നുള്ള ഈ ബട്ടണൊക്കെ, ഈ ബട്ടണല്ല, ഈ ടെക്സ്റ്റ് ഒരിക്കലും മാറില്ല, അതൊരിക്കലും മാറില്ല. ഈ കണ്ടൻറ്റ് ഓക്കെ, ഇത് മാറും, ഇത് നമ്മളെ ആപ്പിൽ നിന്ന് വരുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ചെന്ന് കരുതുക. പക്ഷെ ഇതൊരിക്കലും മാറില്ല. അപ്പോൾ അതെന്തുകൊണ്ട് നമുക്ക് ഇവിടെ കൊടുത്തുവിടാം. അപ്പോൾ അങ്ങനത്തെ സ്റ്റാറ്റിക് ആയിട്ടുള്ള HTML ഒക്കെ Next.js എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പേജ് സോഴ്സിൽ ആഡ് ചെയ്യും. ഓക്കെ, നമുക്ക് Next.js ചെയ്യുമ്പോൾ ബാക്കി കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ Next.js യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം. അതിൽ സെർവർ സൈഡ് കമ്പോണൻസ്, സെർവർ സൈഡ് റെൻഡറിങ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ Next.js.